നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പയിൽ ആദ്യ മത്സരം ഇതാ ഇങ്ങെത്തി. വ്യാഴാഴ്ചയാണ് ഉദ്ഘാടന മത്സരത്തില് അർജന്റീന കാനഡയ്ക്കെതിരെ കളിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ. പക്ഷെ ആ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അർജന്റീന എങ്കിലും അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനിക്ക് 3 സംശയങ്ങൾ ആദ്യ 11 ബന്ധപ്പെട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനയിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് ആണ്. പ്ലേയിങ് 11-ൽ 3 സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. അത് മുന്നേറ്റ നിരയിൽ 2 സംശയങ്ങളുണ്ട്, മധ്യനിരയിൽ 1 സംശയവുമുണ്ട്. അപ്പം നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ആംഗേൽ ഡി മരിയ ഓർ നിക്കോളാസ് ഗോൺസാലസ്, ഇതിൽ ആരെ സ്റ്റാർട്ട് ചെയ്യിക്കണം, ഇതിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് TYC സ്പോർട്സിന്റെ നിരീക്ഷണം. അതിന് കാരണമായിട്ട് അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ആംഗേൽ ഡി മരിയ ഇക്കഡോറിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ 56 മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. ഗോട്ടിമാലക്കെതിരെ അദ്ദേഹം ബെഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-20 മിനിറ്റ് അദ്ദേഹം കളിച്ചു. അവിടെയും അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. അതേസമയം നിക്കോളാസ് ഗോൺസാലസിന്റെ കാര്യത്തിൽ ലയണൽ സ്കലോനിക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പം അദ്ദേഹത്തെ കളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഒരു പ്രധാനപ്പെട്ട സംശയം നിലനിൽക്കുന്നത്. ഒപ്പം ഡി മരിയയെ ഏത് പോസ്റ്റിൽ കളിപ്പിക്കണം, ഇടതുപാർശ്വത്തിലോ വലതുപാർശ്വത്തിലോ? സാധാരണ അദ്ദേഹത്തെ നമ്മൾ വലതുപാർശ്വത്തിൽ കാണാറുണ്ട്. ഇടതുപാർശ്വത്തിലും കോച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്ന നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനലിലടക്കം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലും കോച്ച് ചില ചിന്തകൾ നടത്തുന്നുണ്ട് എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മുന്നേറ്റ നിരയില് മറ്റൊരു പൊസിഷനിൽ സംശയമുള്ളത് ഹുലിൻ ആൽവാരസ് ഓർ ലൗറ്ററോ മാർട്ടിനസ്. മിന്നുന്ന ഫോമിലാണ് ലൗറ്ററോ ഇപ്പൊ ക്ലബ് ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹുലിൻ ആൽവാരസ് ആണെങ്കിൽ എതിരാളികളുടെ ഡിഫൻസ് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചലിക്കുന്നയാളാണ്. അപ്പൊ അത്തരം മൂവ്മെന്റുകൾ എതിരാളികളെ ബുദ്ധിമുട്ടിലാക്കും. അതിന് ഹുലിൻ ആൽവാരസ് തന്നെ വേണം താനും. അപ്പൊ ഇതിൽ ആരെ കളിപ്പിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം 2 പേരെയും ഒരുമിച്ച് ഫ്രണ്ട്ലി മത്സരത്തിൽ കളിപ്പിച്ചെങ്കിലും കോപ്പ അമേരിക്കയിൽ അത്തരത്തിൽ ഉള്ള ഒരു നീക്കം ഉണ്ടാവില്ല. ഒരു സ്ട്രൈക്കറെ കളിപ്പിക്കുകയുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന സൂചന. അത് TYC സ്പോർട്സ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പൊസിഷനിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ മധ്യനിരയിലാണ് മറ്റൊരു പ്രശ്നം. ലിയാൻഡ്രോ പെരേഡസ് ഓർ അലക്സിസ് മാക്കലിസ്റ്റർ. ഇതിപ്പം എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ റോഡ്രിഗോ ഡിബോളും മധ്യനിരയിൽ ഉണ്ടാകും. പിന്നെ അലക്സിസ് മാക്കലിസ്റ്ററോ ലിയാൻഡ്രോ പെരേഡസോ, ഈ കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് TYC സ്പോർട്സ് പറയുന്നു. പക്ഷെ വരും ദിവസങ്ങളിലെ ട്രെയിനിങ് സെഷനുകളിലൂടെ സ്കലോനി അതിനൊരു പരിഹാരം കാണുകയും ഏറ്റവും മികച്ച 11 കൊണ്ട് കളിക്കാൻ ഇറങ്ങുകയും ചെയ്യും കാനഡയ്ക്കെതിരെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അർജന്റീന ഉദ്ഘാടന മത്സരം വ്യാഴാഴ്ച കളിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 5:30 അർജന്റീന വേഴ്സസ് കാനഡ കോപ്പ അമേരിക്കയുടെ ഇനാഗുറൽ മാച്ച്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.